ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെറും ചുരുങ്ങിയ, അതായത് 3 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് എക്സാമിനേഷൻ 5 മാർക്ക് ഉറപ്പിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യാം. അതായത് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. വളരെ എളുപ്പത്തിൽ ജില്ലയാക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇത് മക്കളെ, ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ. നോക്കിയേ, ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ്. അതായത് അസറ്റിനെയും എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്ലിയർ? അതായത് അസറ്റിന്റെ കാറ്റഗറിയിലും എക്സ്പെൻസിന്റെ കാറ്റഗറിയിലും എന്തായിട്ടും ക്വസ്റ്റ്യൻ വന്നാലും അതിനെല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യണം മക്കളെ, ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കണം. എന്നാൽ LIC എന്താ? LIC ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഈ 3 കാറ്റഗറിയിൽ എന്ത് ഐറ്റംസ് വന്നാലും മക്കളെ വി ഹാവ് ടു റെക്കോർഡ് ഓൺ ടു ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രയൽ ബാലൻസ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ഇതാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സെറ്റ്. സോ നോക്കിക്കോ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത് നോക്കിയേ, മെഷീനറി എന്താ ഐറ്റം? അസറ്റ് ആണ് അല്ലേ? സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസറ്റ് ആണെങ്കിൽ എവിടേക്ക് മക്കളെ ബാലൻസ് വരാം? ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരാം. കാരണം അസറ്റ് ആണല്ലോ, നമ്മൾ പറഞ്ഞു അല്ലേ, അസറ്റും എക്സ്പെൻസും ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് ആണ് ബാലൻസ് വരേണ്ടത്. സെറ്റ് അല്ലേ? രണ്ടാമത്തെ ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ്. എഗെയിൻ ഡെപ്റ്റേഴ്സ് ഇസ് ഓൾസോ എ അസറ്റ് ആണ്. സോ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കണം. മൂന്നാമത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്താ ഐറ്റം മക്കളെ? ലയബിലിറ്റി ആണ്. സോ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത്. നാലാമത്തെ ഐറ്റം വേജ് ആണ്. വിനോ എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലേക്ക്. പെർച്ചേസസ് എഗെയിൻ വീണ്ടും ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്യാഷ് അസറ്റ് ആണ്, ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് മക്കളെ, ജില്ലയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടേക്ക് റെക്കോർഡ് ചെയ്യുക? സ്റ്റോക്ക് ആണ് അല്ലേ? സോ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? റെക്കോർഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, വിച്ച് മീൻസ് ലയബിലിറ്റി ആണ്. വിച്ച് മീൻസ് എന്താ സംഭവം? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നടക്കുകയാണെങ്കിൽ ബാങ്കിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് പണം വായ്പയായിട്ട് എടുത്തു, വിച്ച് മീൻസ് മൈനസ് ബാലൻസ് ആയി നമ്മുടെ അക്കൗണ്ടിൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇറ്റ്സ് എ ലയബിലിറ്റി ആണ്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുമ്പുള്ളത് സെയിൽസ് ആണ്. ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് അഗെയിൻ റെന്റ് ആൻഡ് ടാക്സസ് എക്സ്പെൻസ് ആണ്. സോ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ ഡെബിറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അതേപോലെ എന്ത് ചെയ്യാം മക്കളെ, ക്രെഡിറ്റ് ചെയ്യാനുള്ള ഐറ്റംസും ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യുക. നേരെ അക്കൗണ്ട് പെർട്ടിക്കുലേഴ്സ് ഓർ അക്കൗണ്ട് നെയിം വട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും കുഴപ്പമില്ല. ഡെബിറ്റ് ക്രെഡിറ്റ് ഇങ്ങനെയാണ് മക്കളെ എന്താ ചെയ്യുക, എമൗണ്ട് വരാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രേഡ് ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ എപ്പോഴും ഡെബിറ്റിലെയും ക്രെഡിറ്റിലെയും വാല്യൂ എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. എങ്ങനെ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ ഡെബിറ്റിലെയും ക്രെഡിറ്റിലെയും എമൗണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേര് അരിത്തമാറ്റിക്കൽ ആക്യുറസി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? അരിത്തമാറ്റിക്കൽ ആക്യുറസി. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റാണ്. സോ അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ട്രയൽ ബാലൻസ്. 1 മാർക്കിന് 1 വേർഡും കൂടി കിട്ടിയില്ല എല്ലാവർക്കും. സോ മക്കളെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള വീഡിയോസ് ചാനൽ ഫോളോ ചെയ്യുക. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.